നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ കുറെ കമ്പനികളിലേക്ക് ലഭ്യമായിരിക്കുന്ന ബൾക്കായിട്ടുള്ള ചില അവസരങ്ങൾ, കൂടുതലും ഫ്രഷേഴ്സിന് ലഭ്യമായിരിക്കുന്ന വിവിധ മേഖലകളിൽ നിന്നുള്ള അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് IT-കാർക്ക് മാത്രമല്ല, അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിൽ, അതല്ല എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, ഇങ്ങനെ വിവിധ മേഖലകളിൽ ഒക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ കേരള ഗവൺമെന്റിന്റെ ഒരു ഏജൻസി വഴി വിദേശത്തേക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, അതും വിവിധ മേഖലകളിൽ നിന്നുള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുക, ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് തിരുവനന്തപുരം ടെക്നോ പാർക്കിലേക്ക് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന 2-3 വോക്ക് ഇൻ ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. അപ്പൊ അപേക്ഷ കാത്തിരിക്കുകയൊന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് വോക്ക് ഇൻ ചെയ്ത് നേടാവുന്ന അവസരങ്ങൾ, അതിനുശേഷം അപേക്ഷിക്കേണ്ട അവസരങ്ങൾ, വിദേശത്ത് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, ആ കാര്യം കൂടി പരിശോധിക്കാം. ആദ്യത്തെ അവസരം തിരുവനന്തപുരം ടെക്നോ പാർക്കിലൊക്കെ പ്രവർത്തനമുള്ള ഒരു പ്രമുഖ അമേരിക്കൻ കമ്പനിയായ Way.com പ്രൈവറ്റ് ലിമിറ്റഡിലാണ് ഒരു ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. വോക്ക് ഇൻ ഇന്റർവ്യൂ ഓഗസ്റ്റ് 21 നടക്കുന്നത്. അപ്പോൾ ആ ഒരു ജോബിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്, അതിന്റെ ജോലിയുടെ ഒരു സ്വഭാവം എന്താണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഇൻ ദ എയർപോർട്ട് പാർക്കിംഗ് വെർട്ടിക്കൽ. അതായത് എയർപോർട്ടുകളുടെയൊക്കെ പാർക്കിംഗ് വെർട്ടിക്കലിന് വേണ്ടിയിട്ട് ഉള്ള ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ഇവർ ചെയ്യേണ്ടത്. നിങ്ങൾ ഓഫീസിൽ ഇരുന്ന് ചെയ്താൽ മതിയാവും. അപ്പോൾ അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ റിലേറ്റഡ് ഫീൽഡ്, അതായത് BBA അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് MBA അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് കഴിഞ്ഞവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. Excel നന്നായിട്ട് അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ഇന്റർപേഴ്സണൽ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വോക്ക് ഇൻ ഇന്റർവ്യൂ ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം. ഡേറ്റ് 21 ഓഗസ്റ്റ്. Way.comന്റെ തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ phase 3 ഉള്ള യമുന ബിൽഡിംഗിലെ Way.comലേക്ക് വോക്ക് ഇൻ ചെയ്യാം. നിങ്ങൾക്ക് നേരിട്ട് ടെക്നോ പാർക്കിലേക്കൊന്നും വോക്ക് ഇൻ ചെയ്യാൻ പറ്റത്തില്ല, എൻട്രി പാസ് ഒക്കെ എടുക്കണം. അപ്പോൾ എൻട്രി പാസ് ഒക്കെ എടുക്കുന്നത് എങ്ങനെയായിരിക്കും, അതൊന്ന് അപ്ലൈ ചെയ്യുകയൊക്കെ വേണം. അതെങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിച്ച പോലെ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. മറ്റൊരു വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്ന അപ്താര എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്താര ഈ ടെക്നോ പാർക്കിലെ തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും phase 1 കാർണിവൽ ഈ ഒരു ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഇവരുടെ വോക്ക് ഇൻ ഇന്റർവ്യൂ 21 തന്നെയാണ്. ടൈം 10:30-ക്കും 3 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്യാം. ആദ്യം സൂചിപ്പിച്ച കമ്പനിയിൽ രാവിലെ 10:30 മുതൽ രാത്രി 10 മണി വരെയൊക്കെ എനിക്ക് വോക്ക് ഇൻ ചെയ്യാമായിരുന്നു. ഇവിടെ 10:30 മുതൽ 3 മണി വരെയാണ് വോക്ക് ഇൻ ചെയ്യാവുന്നത്. അപ്പോൾ ഇവിടുത്തെ അവസരം ഡെസ്ക്ടോപ്പ് സപ്പോർട്ട് എഞ്ചിനീയർ എന്ന തസ്തികയിലേക്കായിരിക്കും. അപ്പോൾ അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഗ്രാജുവേഷൻ 3 ഇയർ ഗ്രാജുവേഷനോ 3 ഇയർ ഡിപ്ലോമയോ, അത് കമ്പ്യൂട്ടറുമായി റിലേറ്റഡ് ആയിട്ട് ഉള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസോ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ BCAയോ BSc കമ്പ്യൂട്ടറോ അങ്ങനെ എന്തെങ്കിലും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിച്ചവർക്ക്, ബാക്ക്ലോഗ്സ് ഇല്ലാത്തവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും പ്രിഫറൻസ് നൽകുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഇവരെ ആവശ്യപ്പെടുന്നുണ്ട്. സെലക്ട് ആയാൽ ഇമീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഞങ്ങൾക്ക് അറിയേണ്ട ജോലികളുടെയൊക്കെ ഒരു സ്വഭാവം ഇവിടെ നൽകുന്നുണ്ട്. വിൻഡോസ് ഒക്കെ അറിയണം, മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ആന്റിവൈറസ് സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ ധാരണ കാണണം. ഔട്ട്ലുക്ക്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കും MS ഓഫീസും ഒക്കെ ഉപയോഗിക്കാൻ അറിയണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. അവർക്ക് ഇവിടെയും ഡയറക്റ്റ് ആയിട്ട് വോക്ക് ഇൻ ചെയ്യാൻ പറ്റത്തില്ല, എൻട്രി പാസ് ഒക്കെ എടുത്തതിന് ശേഷം വോക്ക് ഇൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ എലിജിബിൾ ആണെങ്കിൽ 21 തന്നെ 2 കമ്പനികളുടെ വോക്ക് ഇൻ ഇന്റർവ്യൂ പങ്കെടുക്കും. ഒന്ന് അപ്താരയാണ്, അതിന് മുമ്പ് സൂചിപ്പിച്ചത് Way.com ആണ്. ഇനി നമുക്ക് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ തന്നെ പ്രവർത്തനങ്ങളുള്ള വളരെ പ്രമുഖമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയായ RR ഡോണലി ഇന്ത്യ ഔട്ട്സോഴ്സിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഈ കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. ഇത് ടെക്നോ പാർക്കിലെ തേജസ്വിനി ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവര് ഫിനാൻഷ്യൽ അസോസിയേറ്റ് റോളിലേക്ക് ഹയറിങ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് ഒന്ന് കാണാനായിട്ട് സാധിക്കും. ആർക്കായിരിക്കും ഇതിന്റെ എലിജിബിലിറ്റി ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കാം. എനി ഗ്രാജുവേറ്റ് എക്സെപ്റ്റ് ടെക്നിക്കൽ ഗ്രാജുവേറ്റ്സ്, അതായത് BTech പോലെയുള്ള ടെക്നിക്കൽ ഗ്രാജുവേറ്റ്സ് അല്ലാത്ത മറ്റ് ഗ്രാജുവേറ്റ്സിനെ അപ്ലൈ ചെയ്യാം.
അല്ലെങ്കിൽ MBA-കാർക്കും അപ്ലൈ ചെയ്യാം. അപ്പം BSc, BCom, BA അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ MBA-കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതിൻ്റെ ലിങ്കൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, കസ്റ്റമർ ഓറിയൻറ്റേഷൻ കാണണം, ടീം പ്ലെയർ ആയിരിക്കണം, അങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, റൊട്ടേഷണൽ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതാ ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നോൺ വോയിസ് ക്ലയൻറ്റ് സപ്പോർട്ടാണ്. അതായത് ഈ RR ഡോൺലിയുടെ ക്ലയൻസ്, അത് ഇന്റർനാഷണൽ ക്ലയൻസ് ആണ്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അത് വോയിസിലൂടെയല്ല, ചാറ്റിലൂടെയും മെയിലിലൂടെയും അങ്ങനെയൊക്കെ നോൺ വോയിസിലൂടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ജോലിയുടെ ഒരു സ്വഭാവം. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ അസോസിയേറ്റ് എന്ന തസ്തികയിലേക്കായിരിക്കും ഈ RR ഡോൺലിൽ ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടതും ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ jobsbridge.com നമ്മുടെ സൈറ്റിൽ പോയിട്ട് RR ഡോൺലി എന്ന് സെർച്ച് ചെയ്തും ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് ടെക്നോ പാർക്കിലെ തന്നെ സെൽഫ് സ്ക്വയർ സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, ഇത് പെരിയാർ ബിൽഡിങ്ങിൽ പ്രവർത്തനമുള്ള ഫേസ് 1-ന്റെ പെരിയാർ ബിൽഡിങ്ങിലുള്ള ഒരു കമ്പനിയാണ്. ഇവര് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്, മോണിറ്ററിംഗ് ഓപ്പറേറ്റർ. അപ്പോൾ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാം. അവർക്ക് 21 ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഇക്വലന്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് ഈ വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വേണം, MS ഓഫീസ് ഒക്കെ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇമീഡിയറ്റ് ആയിട്ട് സെലക്ട് ആയാലും ജോയിൻ ചെയ്യാനായിട്ട് പറ്റണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ആസ് എ മോണിറ്ററിംഗ് ഓപ്പറേറ്റർ യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ട്രാക്കിംഗ് ആൻഡ് മോണിറ്ററിംഗ് ഓയിൽ വെൽസ് ഇൻ റിയൽ ടൈം. അതായത് ഓയിൽ വെല്ലുകളുടെ ട്രാക്കിങ്ങും മോണിറ്ററും ഒക്കെ ആയിരിക്കും ജോലിയുടെ ഒരു സ്വഭാവം. മുമ്പേ way.com സൂചിപ്പിച്ചപ്പോൾ അവിടെ എയർപോർട്ടുകളിലെ പാർക്കിംഗ് ഒക്കെയാണ് മോണിറ്റർ ചെയ്യേണ്ടതെന്ന് സൂചിപ്പിച്ചു. ഇവിടെ മറ്റൊരു സ്വഭാവത്തിലുള്ള ഒരു ജോലിയായിരിക്കും. ഇതൊക്കെ റിമോട്ടായിട്ട് ഇരുന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ജോലികളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. ഇതിവിടെ കാണാൻ സാധിക്കും. 12 hour റൊട്ടേഷണൽ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. 5 days എ വീക്ക് ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യുക. 15 days വർക്കിംഗ് ഇൻ എ മന്ത്. ഒരു മാസത്തിൽ 15 ദിവസം ജോലി ചെയ്താൽ മതിയാകും. അതായത് 5 ദിവസം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ 5 ദിവസം ഓഫ് കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു മാസത്തിൽ 15 ദിവസം ജോലി ചെയ്താൽ മതി. അപ്പോൾ ഓർക്കുക 8 AM to 8 PM. നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ 8 PM to 8 AM ആയിരിക്കും ജോലി ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാം. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 21 ഓഗസ്റ്റ് ആണ്. ഇതിൻ്റെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി നമുക്ക് ജെൻ റോബോട്ടിക്സിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത സമയത്ത് തിരുവനന്തപുരത്തൊക്കെ ഒരു ജോയി എന്ന് പറഞ്ഞൊരു വ്യക്തി അഴുക്ക് ചാലിലൊക്കെ വീണപ്പോൾ അതൊക്കെ അതിനു വേണ്ടിയിട്ട് ഇവര് റോബോട്ട്സിനെയൊക്കെ കൊണ്ടുവന്നു അല്ലേ. അപ്പം ആ അഴുക്ക് ചാലൊക്കെ ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് ജെൻ റോബോട്ടിക്സ് എന്നുള്ളത്. അപ്പോൾ ടെക്നോ പാർക്കിലെ തേജസ്വിനി ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഇവർ ഓപ്പറേഷൻസ് ട്രെയിനി എന്ന അവസ്ഥയിലേക്ക് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓഗസ്റ്റ് 29 വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. MS ഓഫീസ് സ്യൂട്ട്, വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഒക്കെ നന്നായിട്ട് അറിയാവുന്നവർക്ക് അപേക്ഷിക്കാം. നന്നായിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ MBA-കാര് പ്രത്യേകിച്ച് ഓപ്പറേഷൻസിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്നവർ അല്ലെ BTech-കാർക്കൊക്കെ അപേക്ഷിക്കാം. ഫ്രഷേഴ്സിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. പിന്നെ ജോലിയുടെ ഒരു സ്വഭാവം, റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. തിരുവനന്തപുരം തേജസ്വിനിയിൽ ലഭ്യം ആയിട്ടുള്ള ജെൻ റോബോട്ടിക്സിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഓഗസ്റ്റ് 29 വരെ അപേക്ഷിക്കാം. അപ്പോൾ അതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനിയും നമുക്ക് ടെക്നോ പാർക്കിലെ തന്നെ മറ്റ് ചില കമ്പനികളിലെ അവസരങ്ങൾ കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ഈ ഒരു കമ്പനി, ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. റീസൺ പ്രൈവറ്റ് ലിമിറ്റഡ്, ഈ ഒരു കമ്പനിയിലേക്ക് ഡാറ്റ സയൻസ്, AI ML, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 31 വരെ അപേക്ഷിക്കാം. ടെക്നോ പാർക്കിലെ SBC മൊഡ്യൂളിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് റീസെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനി. അപ്പോൾ ആരെയായിരിക്കും ഹയർ ചെയ്യുക? അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ബാച്ചിലേഴ്സ് ഓഫ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഡാറ്റ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ MSc സ്റ്റാറ്റ്, MSc മാത്സ്, MSc കമ്പ്യൂട്ടർ സയൻസ്, MCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, BCA, BA, BSc കമ്പ്യൂട്ടർ സയൻസുകാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിനും ഒരു 2 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. 4 to 6 lakhs പെർ ആനം ആണ് ശമ്പളം സൂചിപ്പിക്കുന്നത്. അപ്പം പൈതൺ, ബേസിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്, അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട NLP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഡാറ്റ സയൻസ്, അതൊക്കെ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രിഫേർഡ് സ്കില്ല് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നൽകുന്നുണ്ട്.
ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നതിന് ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകുന്നു. 31 തീയതി ഓഗസ്റ്റ് വരെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിലെ കൂടി അവസരം നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കമ്പനിയുടെ പേര് സ്മാർട്ട് HMS എന്നുള്ളതാണ്. സ്മാർട്ട് HMS. ഈ ഒരു കമ്പനിയിലെ അവസരം കൂടി ഒന്ന് പരിശോധിക്കാം. ഇത് തേജസ്വിനി ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതായത് ടെക്നോ പാർക്ക് ഫേസ് 1. ഇവരെ ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. 31 തീയതി ഓഗസ്റ്റ് വരെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇതിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പ്രോഗ്രാമിങ്ങിൽ പ്രൊഫഷൻസി ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയുക. സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സ് ഒക്കെ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ റിലേറ്റഡ് ഫീൽഡ്, അതായത് BTech കമ്പ്യൂട്ടർ, BCA, MCA, MSc കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 4 lakh per annum ആണ് ശമ്പളം. ഫ്രഷേഴ്സിനും 1 year വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ജോലിയുടെ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. 31 തീയതി ഓഗസ്റ്റ് വരെ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് വിദേശത്തേക്ക് ലഭ്യമായിരിക്കുന്ന 4 അവസരങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് മനസ്സിലാക്കാം. UAE, അതായത് ദുബായും അബുദാബിയും ഒക്കെ ഉൾപ്പെടുന്ന UAEയിലേക്കാണ് ഈ 4 റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇത് 4ഉം കണ്ടക്ട് ചെയ്യുന്നത് കേരള ഗവൺമെന്റിന് കീഴിലുള്ള ഒരു ഏജൻസിയായ ODEPEC ആണ്. ODEPECിന്റെ സൈറ്റിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഒരു അവസരം ഈ ജേർണലിസ്റ്റ്, മൾട്ടിമീഡിയ, ഡിജിറ്റൽ മീഡിയ എക്സിക്യൂട്ടീവ്, ആ ഒരു തസ്തികയിലേക്കാണ് 20 തീയതി ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. UAEയിലേക്കായിരിക്കും ഈ ഹയറിങ് നടക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു ഫേമസ് ടെലിവിഷൻ ഗ്രൂപ്പ് ഇൻ UAE ആണ് റിക്രൂട്ട് ചെയ്യുന്നത്. 2 പേരെ ആയിരിക്കും റിക്രൂട്ട് ചെയ്യുക. അപ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് ഈ MA ജേർണലിസം അല്ലെ BA ജേർണലിസം ഉള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാം. ജേർണലിസം ആകണമെന്നില്ല. കമ്മ്യൂണിക്കേഷൻ, മൾട്ടിമീഡിയ അങ്ങനെയൊക്കെയുള്ള ഡിഗ്രി അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലൊക്കെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം. അഡോബ് ഫോട്ടോഷോപ്പ്, ഇലിസ്ട്രേറ്റർ, പ്രീമിയർ പ്രോ, ഫൈനൽ കട്ട് പ്രോ ഇതൊക്കെ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നല്ല റൈറ്റിംഗ്, പ്രസൻറ്റേഷൻ ഒക്കെ സ്കില്ല് കാണണം. ഇംഗ്ലീഷും മലയാളത്തിലൊക്കെ സംസാരിക്കുന്നവരായിരിക്കണം. ഒരു 1 to 5 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം 23 വയസ്സിനും 27 വയസ്സിനും ഇടയിലായിരിക്കണം. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ അവസരങ്ങളുണ്ട്. 60,000 ഇന്ത്യൻ റുപ്പീസ് വരെയാണ് ഇവിടെ ശമ്പളമുള്ളത്. അപ്പം ഇനി അടുത്ത അവസരം ഈ ODEPEC തന്നെ ലഭ്യമാക്കിയിരിക്കുന്ന 2ാമത്തെ അവസരം ഒന്ന് പരിശോധിക്കാം. ഇതും ആ ടെലിവിഷൻ ചാനലിലേക്ക് തന്നെയാണ്. UAEയിലേക്ക് സബ് എഡിറ്റേഴ്സിനെയാണ് ഹയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് 2 ഒഴിവുകളാണുള്ളത്. PG ജേർണലിസം, അപ്പോൾ MA ജേർണലിസം അല്ലെ MA കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള MCJ, മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം അങ്ങനെയൊക്കെയുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പ്രൊഫഷൻസി കാണണം. മലയാളം ടൈപ്പിംഗ് സ്കില്ല് കാണണം. നല്ല റൈറ്റിംഗ്, പ്രസൻറ്റേഷൻ സ്കില്ലൊക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു 1 to 5 years എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇവിടെയും ഹയർ ചെയ്യുന്നത്. 23-27 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അവസരങ്ങളുണ്ട്. പ്രതിമാസം 80,000 ഇന്ത്യൻ റുപ്പീസ് വരെ ലഭ്യമാകും. ഇതാണ് 2ാമത്തെ അവസരം. ഏതാണ്? മീഡിയ പ്രൊഫഷണൽസ് ആയിട്ട് ടെലിവിഷൻ ചാനലിലേക്ക് സബ് എഡിറ്ററായിട്ട് ഹയർ ചെയ്യുന്നതാണ് 2ാമത്തെ അവസരം. ഇനിയും ഇതേ ODEPEC തന്നെ മറ്റ് 2 അവസരങ്ങൾ കൂടി ഈ UAEയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. വീഡിയോ ജോക്കിമാരാണ്, ട്രെയിനീസ് അല്ലേ. അപ്പോൾ ഇതിനും 20 തീയതി, എല്ലാ വേക്കൻസിക്കും 20 തീയതി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. 60,000 രൂപ വരെ ആയിരിക്കും പ്രതിമാസ ശമ്പളം. വരെയായിരിക്കും അപ്ലൈ ചെയ്യുക. ഇവിടെയും 2 ഒഴിവുകളാണുള്ളത്. ബാച്ചിലേഴ്സ് ഡിഗ്രി എങ്കിലും ഏതെങ്കിലും വിഷയത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണും. വീഡിയോ ജോക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന പോലെ വീഡിയോസൊക്കെ യൂട്യൂബിലേക്കും ടെലിവിഷൻ ചാനലിലേക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഫ്ലുവൻസി കാണണം. ഫ്രഷേഴ്സ് മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം 20 വയസ്സിനും 27 വയസ്സിനും ഇടയിലായിരിക്കണം. ഓർക്കുക, ഇത് ഫീമെയിൽസിന് മാത്രമുള്ള അവസരമായിരിക്കും. 60,000 രൂപയാണ് പ്രതിമാസ ശമ്പളം ലഭ്യമാകുക. അപ്പം വീഡിയോ ജോക്കി ട്രെയിനി തസ്തികയിലേക്കുള്ള അവസരം. ഇനി ഒരു അവസരം കൂടെ ഇതേ സ്ഥാപനത്തിലേക്കുണ്ട്. അതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. PCR ടെക്നീഷ്യൻ കം എഡിറ്റർ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. 3 ഒഴിവുകളാണ് ഉള്ളത്. BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ ബ്രോഡ്കാസ്റ്റ് ടെക്നോളജിയിലുള്ളവർക്ക് അപേക്ഷിക്കാം. സർട്ടിഫിക്കേഷൻ ഇൻസ് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ്, ഡിജിറ്റൽ മീഡിയ, ഓഡിയോ വിഷ്വൽ ടെക്നോളജിയിലൊക്കെ സർട്ടിഫിക്കേഷൻ ഉള്ളവർക്കായിരിക്കും അവസരം. ഈ മേഖലയിലൊക്കെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ അഡോബ് പ്രീമിയറോ ഫൈനൽ കട്ട് പ്രോയിലോ ഒക്കെ പ്രൊഫഷൻസി കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫ്ലുവൻസി ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിയിലൊക്കെ കാണണം. 2 to 10 years എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അവസരമുള്ളത്. 80,000 രൂപ വരെ ആയിരിക്കും പ്രതിമാസ ശമ്പളം. ഈ 4 വേക്കൻസികൾക്കും ODEPECിൽ ലഭ്യമായിരിക്കുന്നത് നിങ്ങൾക്ക് ഓഗസ്റ്റ് 20 തീയതി വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു.
അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ ഡീറ്റെയിൽസ് അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്നിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. പ്രത്യേകിച്ച് ഈ ഗൾഫിലേക്കൊക്കെ സാധാരണ ഒരു പേയ്മെന്റ് നൽകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗവൺമെന്റ് ഏജൻസി വഴിയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ എക്സ്പെൻസ് ഇല്ലാതെ വിശ്വാസയോഗ്യമായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞേക്കും. ഏതായാലും കൃത്യമായ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. ഈ വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.